ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയിരുന്നത് ഡയമെൻഷൻസ് എഴുതാനായിട്ട് പഠിച്ചു അല്ലേ? ഏരിയ, വോളിയം, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, ഇങ്ങനെയുള്ള കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് എഴുതാനായിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾ ആ ഡയമെൻഷൻസ് കഴിവതും കുറച്ചെണ്ണം ബൈഹേർട്ട് ചെയ്യുക. വെലോസിറ്റി പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഇറ്റ് ഈസ് LT⁻⁻1. ആക്സിലറേഷൻ LT⁻². ഫോഴ്സ് MLT⁻². കുറച്ചെണ്ണം ബൈഹേർട്ട് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ട സമയത്ത് ഇത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക, പിന്നീട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇന്നിപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിക്കുന്ന ഒന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്. ഓക്കെ, എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് equations. Principle of homogeneity of equations. വലിയ കാര്യമൊന്നുമില്ല. നമ്മളൊരു ഡയമെൻഷണൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡയമെൻഷണൽ ഇക്വേഷൻസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. എന്താണ് ഡയമെൻഷണൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ള ഒരു ക്വാണ്ടിറ്റി, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കൊണ്ട് കണക്ട് ചെയ്തെഴുതുന്ന ഇക്വേഷനാണ് ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഡയമെൻഷണൽ ഇക്വേഷൻ നമ്മൾ എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഒരേ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് രണ്ട് സൈഡിലും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഇക്വേഷൻ എടുക്കുന്നു, ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ള ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ ഒരു ഇക്വേഷൻ എടുക്കുകയാണ്. m⁻⁴ l⁻⁵ t⁻c ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് M, L, T. അവരുടെ ഡയമെൻഷൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് ABC പവേഴ്സ് അല്ലേ? This is related to another dimension m² l⁻⁻1 t². വെറുതെ ഞാൻ എഴുതിയതാണ്. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്നത് ഇത്രയേ ഉള്ളൂ. രണ്ടിടത്തെയും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നോക്കുക, M, L, T, ആൻഡ് ദെയർ ഡയമെൻഷൻസ് ഷുഡ് ബി സെയിം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എമ്മിൻ്റെ ഡയമെൻഷൻ ഇസ് A, ഇവിടെ എമ്മിൻ്റെ ഡയമെൻഷൻ 2. അങ്ങനെയാണെങ്കിൽ A = എന്തായിരിക്കണം? 2 അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. ഇവിടെ എല്ലിൻ്റെ പവർ എന്താ? B, ആൻഡ് ഇവിടെ എല്ലിൻ്റെ പവർ എന്താ? -1. സോ B ഷുഡ് ബി ഈക്വൽ ടു -1. ആൻഡ് ഇവിടെ Tയുടെ പവർ C, ഇവിടെ Tയുടെ ഡയമെൻഷൻ 2. സോ C = 2. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? രണ്ട് സൈഡിലുള്ള ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി എന്താണ് നമ്മുടെ ഈ ഡയമെൻഷണൽ അനാലിസിസ് കൊണ്ട് നമുക്കുള്ള പ്രയോജനം? ഇതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. ഇപ്പോൾ നമ്മൾ ഡയമെൻഷൻസ് എഴുതി, ഡയമെൻഷൻസിനെ അനലൈസ് ചെയ്യാൻ പഠിച്ചു. എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യാൻ പഠിച്ചു? ഇതാണ് പ്രധാനപ്പെട്ട ഒരു അനലൈസേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി വെച്ചിട്ട് ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡുമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ്. സോ ഈ അനലൈസേഷൻ വെച്ചിട്ട് നമുക്ക് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഡയമെൻഷൻസ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് എന്ന് നമുക്ക് പറയാം. സോ നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് കടക്കുകയാണ്.
നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 3 ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് മെയിൻലി ഉള്ളത്. അതിനകത്തെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ analysis. Applications of dimensional analysis. First one, to check the correctness of an equation. ഒരു ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കറിയാമെന്നുള്ള ഒരു ഇക്വേഷൻ എടുക്കാം. ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് മോഷനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഒരു ഇക്വേഷനാണ് അല്ലേ? വാട്ട് ഈസ് വി? വി ഈസ് ഫൈനൽ വെലോസിറ്റി. ആൻഡ് വാട്ട് ഈസ് യു? യു ഈസ് initial velocity. And what is A? Uniform acceleration. And T is time taken. Okay, ഓരോ ക്വാണ്ടിറ്റീസും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ്. ഫൈനൽ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി, എന്ത് വെലോസിറ്റി ആയിരുന്നാലും വെലോസിറ്റി ഹാവിങ് എ സെയിം ഡയമെൻഷൻ അല്ലെങ്കിൽ ഒരു കോമൺ ഡയമെൻഷനുണ്ട്. അത് ഫൈനലാണോ ഇനിഷ്യലാണോ എന്നൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ആക്സിലറേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഡയമെൻഷൻ, ടൈം ടേക്കൻ ഡയമെൻഷനും നിങ്ങൾക്ക് അറിയാമെന്നുള്ള, ടൈമിൻ്റെ ഡയമെൻഷനും ഒക്കെ അറിയാമെന്നുള്ളതാണ്. സോ ഇവിടെ ഒരു പ്രശ്നം, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും, റൈറ്റ് സൈഡിൽ തന്നെ 2 പാർട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൻ്റെ ഡയമെൻഷൻ ഷുഡ് ബി ഈക്വൽ ടു ദ ഡയമെൻഷൻ ഓഫ് ദി റൈറ്റ് സൈഡ് ക്വാണ്ടിറ്റി. റൈറ്റ് സൈഡിലെ ഓരോ എൻറ്റിറ്റിയും, അതായത് എ ടി ഒരു എൻറ്റിറ്റിയാണ്, യു ഒരെണ്ണമാണ്, ഒരു പാർട്ടാണ്. ഈ ഓരോ പാർട്ടിൻ്റെയും ഡയമെൻഷൻ ഷുഡ് ബി ഈക്വൽ ടു ദ ഡയമെൻഷൻ ഓഫ് ദി ലെഫ്റ്റ് സൈഡ്. ഓക്കെ, അതായത് ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇൻ ഓർഡർ ടു കറക്റ്റ് ദിസ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് വിയുടെ ഡയമെൻഷൻ എന്താണോ that should be equal to the dimension of u. Okay, right side le first part is u and it should be equal to at. at dimension equal ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. സോ നിങ്ങൾ എഴുതണം, വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് വി? വെലോസിറ്റി ആണ്. വെലോസിറ്റി lt raised to -1 ആണ്. സോ what is the dimension of v? It is lt raised to -1. Okay, and what is the dimension of u? It is also lt raised to -1 കാരണം അതും വെലോസിറ്റി ആണ്. And what is the dimension of at? Dimension of at എന്ന് എഴുതണം ആയതുകൊണ്ട് ഞാനിങ്ങനെ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. What is the dimension of at? at-യുടെ ഡയമെൻഷൻ, എയുടെ ഡയമെൻഷൻ ആദ്യം എഴുതുക. a is acceleration, accelerationൻ്റെ ഡയമെൻഷൻ lt raised to -2 into what is the dimension of t? It is t. Okay, നിങ്ങൾക്ക് എന്ത് കിട്ടും? -2 + 1, that is lt raised to -1. എന്ത് മനസ്സിലായി? വിയുടെ ഡയമെൻഷൻ lt raised to -1, യുവിൻ്റെ ഡയമെൻഷൻ lt raised to -1, at-യുടെ ഡയമെൻഷനും lt raised to -1. അതായത് നമുക്ക് കിട്ടേണ്ട കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ദ ഡയമെൻഷൻസ് ഓഫ് ദി ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഓൺ ബോത്ത് ദ സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻസ് ആർ സെയിം അല്ലേ? അത് ബോത്ത് സൈഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒന്നിലധികം പാർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഓരോ പാർട്ടിൻ്റെയും ഡയമെൻഷൻ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ നമുക്ക് എന്ത് പറയാം? ദിസ് ഇക്വേഷൻ is v is equal to u plus at is ഡയമെൻഷനലി കറക്റ്റ്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ആക്ച്വൽ വാല്യൂവിൽ ഇതിപ്പോൾ നമുക്കറിയാമെന്നുള്ള ഇക്വേഷൻ ആയിട്ട് നമുക്കറിയാം, എങ്ങനെ നോക്കിയാലും ഇത് കറക്റ്റാണ്. പക്ഷേ ചിലപ്പോൾ ഇതിലെവിടെയെങ്കിലും കോൺസ്റ്റൻസ് എങ്ങാനും വരികയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റൻസിനെ നമുക്ക് ഡയമെൻഷൻസ് ഒന്നും വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഇക്വേഷനിനകത്ത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കോൺസ്റ്റൻസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. കാരണം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? ദിസ് ഇസ് എ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. ഏതാണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് ആപ്ലിക്കേഷൻ, ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ ഒരു ഗിവൻ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തു. സെക്കൻഡ് ഇസ് ടു ഗെറ്റ് ദ ജനറൽ form of the formula of a given physical quantity. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. To get the general form of the formula of a given physical quantity. ഒരു ഗിവൻ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഗിവൻ ഫാക്ടേഴ്സും ഈ ക്വാണ്ടിറ്റിയുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. ഇതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റത്തെക്കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അറിയാമായിരിക്കും. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു സ്ട്രിങ് എടുക്കുക, സ്ട്രിങ്ങിൻ്റെ എൻഡിൽ ഒരു ബോബ് ഉണ്ടായിരിക്കും. ബോബ് മീൻസ് ഒരു ചെറിയൊരു സ്ഫിയർ, ഒരു കുഞ്ഞ് സ്ഫിയർ, മെറ്റൽ സ്ഫിയർ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇതിനെ നമ്മൾ ഒരു സ്റ്റാൻഡിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്ഫിയറിനൊരു മാസ് ഉണ്ട്, ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. ഇതിനകത്തൊരു വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് mg. ഓക്കെ, ആൻഡ് ദ ലെങ്ത് ഓഫ് ദിസ് പെൻഡുലം എന്ന് പറഞ്ഞിട്ട്, സിമ്പിൾ പെൻഡുലം എന്നാണ്. ലെങ്ത് ഓഫ് ദിസ് പെൻഡുലം ഈസ് ടേക്കൻ ഫ്രം ദ സസ്പെൻഷൻ പോയിന്റ് ടു ദ സെൻറ്റർ ഓഫ് ദി ബോബ്. ബോബിൻ്റെ സെൻറ്റർ വരെയുള്ള ലെങ്ത്. ഓക്കെ, ഈ ഒരു സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്താണ് ടൈം പീരീഡ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? എന്താണ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബോബിനെ ഞാനൊന്ന് എന്ത് ചെയ്യുന്നു, ചെറുതായിട്ടൊന്ന് വലിച്ചിട്ട് വിട്ടു കൊടുക്കുന്നു. ബോബ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും, ഇവിടെ നിന്ന് ഇങ്ങനെ വരും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോവും, ഇങ്ങനെ വരും. സോ ഈ ബോബ് ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി, വീണ്ടും ഇക്വിലിബ്രിയത്തിലേക്ക് വന്നു, റൈറ്റിലേക്ക് പോയി, എക്വിലിബ്രിയത്തിലേക്ക് വന്നു. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇത്രയും ട്രാവൽ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം, ഇതിനെയാണ് നമ്മൾ അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി, സെൻറ്ററിൽ വന്നു, തിരിച്ച് ഇങ്ങോട്ടേക്ക് പോയി, ഇവിടെ തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി, ഇങ്ങോട്ടേക്ക് പോയി, തിരിച്ചിവിടെ വന്നു. ഇതിനെടുക്കുന്ന സമയം. ഈ ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിസ്റ്റം. സോ സിസ്റ്റത്തിൽ സ്വാഭാവികമായിട്ടും എഫക്റ്റ് ചെയ്യുന്നത്, ഒന്ന് ലെങ്ത് ഓഫ് ദി പെൻഡുലം, എം മാസ് ഓഫ് ദി ബോബ്, ജി നിങ്ങൾക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി. അപ്പോൾ ഞാൻ ഇത് മൂന്നുമാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് അസ്യൂം ചെയ്യുന്നു. എക്സാമിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും തന്നിട്ടുണ്ടായിരിക്കും ആ സിസ്റ്റത്തിൽ ഈ ക്വാണ്ടിറ്റി, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫിസിക്കൽ ക്വാണ്ടിറ്റി എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇന്നതൊക്കെയാണ് എന്ന് അവർ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അവർ തന്നിട്ടുണ്ടായിരിക്കും, അസ്യൂം ദാറ്റ് ദ ടൈം പീരീഡ് ഓഫ് ദി പെൻഡുലം depends upon the factors mass of the bob, length of the pendulum and acceleration due to gravity എന്ന് പറയുന്ന മൂന്ന് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നവർ ക്വസ്റ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ടൈമിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ടി ഇസ് പ്രൊപ്പോർഷണൽ ടു, ഓക്കെ, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ലെങ്ത് ഓഫ് ദി പെൻഡുലത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആൻഡ് ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്താണ്? എം ഈസ് മാസ് ഓഫ് ദ ബോബ്, എൽ ഈസ് ലെങ്ത് ഓഫ് ദ പെൻഡുലം,
length of the pendulum, and g is acceleration due to gravity. അപ്പോൾ ഇതിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നൊന്നും നമുക്കറിയില്ല. എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ഫെമിലിയർ ആയിരിക്കുമല്ലോ. കൈനറ്റിക് എനർജി K ഈസ് ഈക്വൽ ടു ഹാഫ് mv². ഇവിടെ നോക്കൂ, കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺ വെലോസിറ്റി. വെലോസിറ്റിയുടെ ഏത് പവർ? സെക്കൻഡ് പവർ. മാസിൻ്റെ ഫസ്റ്റ് പവർ. ആൻഡ് ഹിയർ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇവിടെ ടൈം പീരീഡും ഒരു പക്ഷേ ഗ്രാവിറ്റിയുടെ ഏതെങ്കിലും ഒരു പവറിന് പ്രപ്പോർഷണൽ ആയിരിക്കാം, ലെങ്തിൻ്റെ ഏതെങ്കിലും ഒരു പവറിന് പ്രപ്പോർഷണൽ ആയിരിക്കാം, മാസിൻ്റെ ഏതെങ്കിലും ഒരു പവറിന് പ്രപ്പോർഷണൽ ആയിരിക്കാം. നമുക്കറിയില്ല ഏത് പവറിനാണ് എന്നുള്ളത്. സോ ദാറ്റ് പവേഴ്സ് ഞാനിവിടെ കൊടുക്കുന്നു. ഇറ്റ് ഈസ് A, B and C. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഇവിടെ വീട് സ്ക്വയറിനാണ് കൈനറ്റിക് എനർജി പ്രപ്പോർഷണൽ. അപ്പോൾ നമുക്കിവിടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇതൊക്കെ ഇതിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നറിയാം, പക്ഷെ അതിൻ്റെ ഏത് പവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പവേഴ്സ് A, B, C എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഇസ് ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കുക. T ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോൺസ്റ്റൻറ്റ് കൊടുക്കാം. ഞാൻ ഇവിടെ K എന്ന് പറഞ്ഞിട്ടൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കുന്നു. K m റൈസ് ടു A, L റൈസ് ടു B, G റൈസ് ടു C. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് ക്ലിയർ ആണ്. ആൻഡ് പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1, കാരണം നമുക്കിത് പിന്നീട് ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം, ഇവരുടെ ഓരോ ക്വാണ്ടിറ്റീസിൻ്റെയും, കോൺസ്റ്റൻ്റ് ഇല്ല, ബാക്കിയുള്ള ഓരോ ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല എഴുതുക. അതറിയാമായിരിക്കണം. ഇത് ടൈമാണ്, പീരീഡാണ്. സോ നിങ്ങൾക്ക് ഡയമെൻഷൻ ഡയറക്റ്റായിട്ട് എഴുതാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇറ്റ് ഈസ് T അല്ലേ? ആൻഡ് ഹിയർ ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് K. ഇരിക്കട്ടെ. ദിസ് ഇസ് മാസ്. മാസിൻ്റെ ഡയമെൻഷൻ എന്താ? M റൈസ് ടു A. ആൻഡ് ദിസ് ഇസ് L, ലെങ്ത് ആണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. B ആൻഡ് G. what is G? acceleration due to gravity. anyway it is the acceleration അല്ലേ? സോ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. what is? നോക്കൂ, LT റൈസ് ടു -2 അല്ലേ? LT റൈസ് ടു -2 റൈസ് ടു C. എന്താ ചെയ്തത്? എല്ലാം ഡയമെൻഷൻസ് ഒന്ന് എഴുതി പവേഴ്സ് ഇട്ടു. ഇനി ഒരു അടുത്ത സ്റ്റെപ്പ്, ഇവിടെ എമ്മും എല്ലും ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ M റൈസ് ടു 0, L റൈസ് ടു 0, അതായത് എമ്മും ഇല്ല എല്ലും ഇല്ല. T ഉണ്ട്, ടിയുടെ പവർ ഈസ് ടേക്കൺ ആസ് 1. ദിസ് ഈസ് ഈക്വൽ ടു K. ഓക്കെ, വാട്ട് ഈസ് ദ പവർ ഓഫ് M? എമ്മിൻ്റെ പവർ ഈസ് A. എല്ലിൻ്റെ പവർ നോക്കുക, എല്ലിൻ്റെ പവർ ഇവിടെ B ഉണ്ട്. അടുത്തതിനകത്ത് നോക്കിയേ, this C is common to this L and T raised to -2 അല്ലേ? So L power C, T power -2C. ക്ലിയർ? എല്ലിൻ്റെ പവർ B, ഇവിടെ എല്ലിൻ്റെ പവർ C, ടിയുടെ പവർ -2C. ആൻഡ് ദിസ് ഇസ് ഒരു സ്റ്റെപ്പ് കൂടി ഞാൻ എഴുതാം. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിനെ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അല്ലെങ്കിൽ നിങ്ങൾ മാത്തമാറ്റിക്കലി സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ ഇത്രയും സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും സ്റ്റെപ്സ് എഴുതുന്നത്. ഇത് നോക്കൂ, A റൈസ് ടു M ഇൻറ്റു A റൈസ് ടു N. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് A റൈസ് ടു M ഇൻറ്റു A റൈസ് ടു N ഈസ് A റൈസ് ടു M പ്ലസ് N അല്ലേ? സോ ദിസ് ഇസ് B പ്ലസ് C ഒരുമിച്ച് എഴുതി. ആൻഡ് T റൈസ് ടു -2C. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇവിടെ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അപ്ലൈ ചെയ്യുന്നു. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്താ പറയുന്നത്? എന്താണ്?
ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലുമുള്ള ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം. സോ ഇവിടെ ഡയമെൻഷൻ ഇസ് എ ആൻഡ് ഇവിടെ ഡയമെൻഷൻ 0. So we have to equally equate as A is equal to 0. Second case, B plus C. L in the power B plus C. L in the power 0. So B plus C is equal to 0. And even T in the power minus 2C is equal to T in the power is 1. Okay. So A is equal to 0. വേഗം കിട്ടി. ഇനി നോക്കൂ, ഇവിടെ രണ്ട് അൺനോൺസ് ഉണ്ട്. അപ്പോൾ രണ്ട് അൺനോൺസ് ഉള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു അൺനോൺ മാത്രമുള്ള മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, നമുക്കത് സോൾവ് ചെയ്യാം. -2c ഈസ് ഈക്വൽ ടു 1, ദാറ്റ് ഇസ് c ഈസ് ഈക്വൽ ടു -1/2. ക്ലിയർ? c കണ്ടുപിടിച്ചു. ആൻഡ് b പ്ലസ് c ഈസ് ഈക്വൽ ടു 0. b പ്ലസ് c ഈസ് ഈക്വൽ ടു 0, ദാറ്റ് മീൻസ് b ഈസ് ഈക്വൽ ടു -c. So b is equal to minus, and what is the value of c? It is -1/2. So b is equal to 1/2. നമുക്ക് മൂന്ന് വാല്യൂസും മൂന്ന് പവേഴ്സും കിട്ടി. a b c മൂന്ന് പവേഴ്സും കിട്ടി അല്ലേ? സോ a 0, b ഹാഫ്, c -half. ഇനി നമുക്കിതിനെ എ ബി സി റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളയരുത്. അവിടെ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടത്തില്ല. അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇവിടെ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു വെക്കാൻ പറഞ്ഞത്. കാരണം ഈ എ ബി സി വാല്യൂസ് മിക്കവാറും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ നിങ്ങൾ എയ്ക്കും ബിക്കും സിക്കും വാല്യൂ ഇട്ട് കൊടുക്കും. അവിടെ അല്ല ഇടേണ്ടത്. ഈ ഇക്വേഷനകത്ത് നമ്മൾ 1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇക്വേഷനകത്ത് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതൊക്കെ മായ്ക്കുകയാണ്. ഓക്കെ, ഞാൻ ഇവിടേക്ക് മാത്രമായിട്ട് വരികയാണ്. So values കൊടുക്കുക. t is equal to k, m raised to 0, l raised to, what is the value of b? It is half, and g raised to -half. Any quantity raised to 0 is 1. So t equal to k, ഇത് 1 ആണ് അല്ലേ? ഇനി എന്തുണ്ട്? l raised to half, g raised to -half. അതൊന്ന് ശ്രദ്ധിക്കുക. Any number raised to half എന്ന് പറയുന്നത് is root of that number, root a. And any number raised to -half is 1/root of that number. Okay, clear? So this is 1. And l raised to half, a raised to half is root a. So l raised to half is root l. And a raised to -half is 1/root a. And g raised to -half is 1/root g. Okay, എങ്ങനെ കമ്പൈൻ ചെയ്ത് എഴുതാം? t is equal to k, രണ്ടുപേർക്കും റൂട്ട് ഉണ്ടല്ലേ? ഒരാൾ ന്യൂമറേറ്ററിലും ഒരാൾ ഡിനോമിനേറ്ററിലും. അപ്പോൾ t is equal to k into root of l/g. ഇതാണ് ഇതിൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത്. ആൻഡ് k is a constant. മേ ബി ആ ഇക്വേഷനകത്ത് കോൺസ്റ്റൻറ്റ് ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം, അതൊന്നും നമുക്കറിയില്ല. നമ്മളൊരു കോൺസ്റ്റൻ്റ് അവിടെ കൊടുത്തു വെക്കും. ഓക്കെ, ആൻഡ് ആക്ച്വൽ ഇക്വേഷൻ t is equal to 2π into root of l/g എന്നാണ് നമ്മുടെ ശരിക്കുള്ള എക്സ്പ്രഷൻ കേട്ടോ. അപ്പോൾ കെയുടെ വാല്യൂ ഹിയർ ഇറ്റ് ഇസ് 2π. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരിക്കും ടേക്ക് ദ കെ വാല്യൂ ആസ് 2π. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിനെ റീറൈറ്റ് ചെയ്ത് എഴുതണം. t is equal to കെയ്ക്ക് പകരം 2π into root of l/g. Anyway, we get a general form. അല്ലേ? ഏതാണ്ട് ഈ രീതിയിലാണ് ഇരിക്കുന്നത്. There may be constants or not. അല്ലേ? ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം, അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് ജനറൽ ഫോം. ഇങ്ങനെയാണ്. അപ്പോൾ ടി എങ്ങനെ എല്ലിനെയും ജിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് മനസ്സിലായി, എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ നമ്മുടെ ഗസ് ആയിരുന്നു ഈ 3 ഫാക്ടേഴ്സിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം എന്ന്. അപ്പോൾ മനസ്സിലായി എം അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മാസ് ഓഫ് ദി പോപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഐഡിയ കിട്ടി. ഒപ്പം ടൈം പീരീഡ് ലെങ്തിനെയും ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഐഡിയയും നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ദിസ് ഇസ് ദ സെക്കൻഡ് ആപ്ലിക്കേഷൻ ഓഫ്
dimensional analysis.